ഓക്കെ ഗായ്സ്, അങ്ങനെ ഗായ്സ് നമ്മളങ്ങനെ ഒരു പുതിയൊരു കിടിലൻ വീഡിയോ ആയിട്ട് ഗൈസ് നമ്മളെന്തായാലും ഇന്നെന്തായാലും വന്നേക്കാണ്. ഓക്കെ, അപ്പോൾ ഗൈസ് അപ്പോൾ നമ്മളെന്തായാലും ഇന്നെന്തായാലും കളിക്കാനായിട്ടാണ് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ആണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിൽ നിങ്ങളൊക്കെ ന്യൂ അപ്ഡേറ്റുകളൊക്കെ വന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു വീഡിയോകളൊക്കെയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് നിങ്ങളെന്തായാലും കാണണം. നമ്മുടെ ഈ ഒരു പുതിയ അപ്ഡേറ്റിൽ നിങ്ങളെ കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ ഞാനാണെങ്കിൽ അന്നാണെങ്കിൽ നമ്മുടെ ഒരു അപ്ഡേറ്റിൻ്റെ വീഡിയോ ഇട്ടു. അപ്പോൾ അതിലാണെങ്കിൽ നമ്മുടെ ഈ ഒരു പ്ലഗിങ് എന്നുള്ള ഓപ്ഷൻ എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതെന്ന് ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞു. അത് എതിരായിട്ട് ഞാൻ പറഞ്ഞു തന്നില്ല. അതെങ്ങനെ ഞാൻ എന്തായാലും പഠിച്ചെടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും കുറേ യൂട്യൂബേഴ്സിൻ്റെ വീഡിയോ കണ്ട് ഞാൻ എടുത്തിട്ട് എന്തായാലും ഉണ്ട്. എനിക്കിപ്പോൾ എന്തായാലും ചെയ്യാനായിട്ട് അറിയാം. ഞാൻ എന്തായാലും നിങ്ങൾക്ക് എന്തായാലും പറഞ്ഞെന്തായാലും തരാം ഗൈസ്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് എന്തായാലും നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ഇതായിട്ട് ആരെങ്കിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് എൻ്റെ അടുത്തുള്ള ബെല്ലേക്കൺ ഞാനൊക്കെ എനേബിൾ ചെയ്യും. ഓക്കെ, എന്നാലും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് എനേബിൾ ആവത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോകളൊക്കെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ ഗൈസ്, അപ്പോൾ ഇവിടെ ഇപ്പോൾ എന്തായാലും പ്ലഗിങ് എന്നൊരു ഓപ്ഷൻ ഞങ്ങളെ കാണിക്കുന്നുണ്ട്. നിങ്ങൾ അതെന്തായാലും പ്രസ് ചെയ്യല്ലേ. നിങ്ങളാണെങ്കിൽ ഫുള്ളായിട്ട് ഫസ്റ്റ് എന്തായാലും ബാക്കും കാര്യങ്ങളൊക്കെ പോകണം. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D പ്ലഗിങ് എന്നൊരു ഓപ്ഷൻ ഞങ്ങളെ കാണും. ഇത് നിങ്ങളെന്തായാലും പ്ലേ സ്റ്റോറിൽ ഞങ്ങളൊക്കെ എന്തായാലും ഇൻസ്റ്റാൾ ചെയ്ത് എന്തായാലും എടുക്കുക. ഓക്കെ, അപ്പോൾ ഈ ഒരു സാധനം എന്തായാലും IBD 3D പ്ലഗിങ് എന്ന് അടിച്ചാൽ മാത്രം മതി. നിങ്ങൾക്ക് എന്തായാലും ആപ്പ് കിട്ടും. ഏറ്റവും ഫസ്റ്റ് തന്നെ എന്തായാലും കാണിക്കുക, അല്ലെങ്കിൽ കുറച്ച് താഴോട്ടൊക്കെ ആയിരിക്കും സാധനം കാണിക്കും. നിങ്ങളെന്തായാലും അതെന്തായാലും ഇൻസ്റ്റാൾ ചെയ്യും. എന്നിട്ടാണെങ്കിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D നിങ്ങളൊക്കെ ഓപ്പൺ ആക്കിയിട്ടിരിക്കണം. ഓക്കെ, നിങ്ങൾ എന്നിട്ട് പ്ലേ കൊടുക്കല്ലേ. എന്നിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് ബാക്ക് പോയിട്ട് ഫുള്ളായിട്ട് സാധനം ക്ലോസ് ചെയ്താൽ ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് പോയിട്ട് നമ്മുടെ ഈ ഒരു IBD 3D പ്ലഗിങ് എന്നുള്ള ഈ ഒരു ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഈ ഒരു സാധനങ്ങളൊക്കെ ഓപ്പൺ ആക്കണം. എന്നിട്ടാണ് നിങ്ങളിവിടെ ഇപ്പോൾ ആ വെഹിക്കിൾസിൽ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ മാരുതി സുസുക്കി 4th ജനറേഷൻ ന്യൂ സ്വിഫ്റ്റുകളെ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ ഒമിനി വാനുകളെ കാണുന്നുണ്ട്. പിന്നെ അവിടെ ലംബോർഗിനി ടാർസോ കാണുന്നുണ്ട്. പിന്നെ നമ്മുടെ KGF ബൈക്കിലെ ആ ഒരു റോക്കി ബൈയുടെ ബൈക്കും കാണുന്നുണ്ട്. അനിമൽസ് എന്നുള്ള സെക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ സ്നേക്ക് മോൺസ്റ്റർ ഉണ്ട്, മോൺസ്റ്റർ മാൻ ഉണ്ട്, ഈഗിൾ മോൺസ്റ്റർ ഉണ്ട്, പിന്നെ നമ്മുടെ എലിഫൻറ്റും ഉണ്ട്. ഓക്കെ, ഇതിലാണെങ്കിൽ ഞാൻ ഇപ്പോൾ ഈ ഒരു വെഹിക്കിളിൻ്റെ സെക്ഷനിലുള്ള എല്ലാം എടുത്ത് അനിമൽസിൻ്റെ സെക്ഷനുള്ള ഈ ഒരു സ്നേക്ക് മോൺസ്റ്ററും പിന്നെ ഈ എലിഫൻറ്റും ഈഗിൾ മോൺസ്റ്ററും എല്ലാം എടുത്തിട്ടുണ്ട്. ഞാൻ എന്തായാലും ഈ ഒരു മോൺസ്റ്റർ മാൻ മാത്രം എന്തായാലും എടുത്തിട്ടില്ല കേസ്. ഓക്കെ, അപ്പോൾ അതെന്തായാലും നമുക്ക് എന്തായാലും എടുക്കാനായിട്ട് എന്തായാലും ഉണ്ട് കേസ്. ഓക്കെ, അപ്പം ആ ഒരു ഐറ്റങ്ങളൊക്കെ നമുക്ക് എന്തായാലും എടുക്കാം. ഞാൻ എന്തായാലും ഫസ്റ്റ് എന്തായാലും അതിലെന്തായാലും പിതുക്കിയിട്ട് എന്തായാലും ഉണ്ട്. അപ്പം ഇങ്ങനെ ഒരു മെസ്സേജ് ഇങ്ങനെ കാണിക്കുക, ബിഗ് മോൺസ്റ്റർ സെലക്ടർ നൗ ഓപ്പൺ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3D ഗെയിം ആൻഡ് ഗോ ടു പ്ലഗിങ് ഇൻസ്റ്റോൾ എന്ന് കാണിക്കുന്നുണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ഫുള്ളായിട്ട് ബാക്ക് ഇതേപോലെ മിനിമൈസ് ചെയ്തിട്ട് നമ്മുടെ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിംഗ് 3Dയിലോട്ട് കയറണം. നമ്മളെന്തായാലും ഇത് ചെയ്യുമ്പോൾ നെറ്റ് ഓൺ ആയിരിക്കണം. ഇപ്പോൾ ഓഫ് ആക്കിയിട്ടിരുന്ന് മിക്കവാറും വർക്കാവുമെന്ന് എനിക്ക് അറിയത്തില്ല. എന്നാൽ ഒരിക്കൽ കൂടെ ചെയ്യേണ്ടിരിക്കും. ഞാൻ ഇവിടെ ഇപ്പം ചെയ്തിട്ടുണ്ട്. ഞാൻ എന്നിട്ട് ഇൻസ്റ്റാളിങ്ങളൊക്കെ കൊടുക്കുന്നത് എന്തായാലും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ കുറച്ചൊരു ഫയൽ ലോഡ് എന്ന് പറയുന്ന സംഭവം കാണിക്കും. നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓക്കെ, എന്തായാലും നോക്കാം. ഓക്കെ, ഫയൽ ലോഡർ എന്ന് പറഞ്ഞാൽ കാണിക്കും. ഓക്കെ, ഇവിടെ ഇപ്പോൾ എന്തായാലും കാണിച്ചിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, എന്നിട്ട് നിങ്ങൾ ബാക്കിങ്ങാണൊക്കെ പോയിട്ട് പ്ലേയിങ്ങാണൊക്കെ കൊടുക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങളെന്തായാലും ഈ ഒരു വൈഫൈങ്ങാണൊക്കെ ഓൺ ആക്കണം. ഈ ഒരു സാധനം നെറ്റും വൈഫൈ എല്ലാത്തിലും വർക്കാവും. ഓക്കെ, നിങ്ങൾക്ക് അതിനൊന്നും കുഴപ്പമില്ല. നെറ്റില്ലാത്തവർക്കാണെങ്കിൽ വൈഫൈയിൽ വർക്കാവും, വൈഫൈ ഇല്ലാത്തവർക്കാണെങ്കിൽ നെറ്റിൽ വർക്കാവും. ഓക്കെ, ഞാൻ ആദ്യം വിചാരിച്ചത് നെറ്റിൽ മാത്രമേ വർക്കാവുമെന്നൊക്കെ. പിന്നെ എന്തായാലും നമുക്കെന്തായാലും നമ്മുടെ ഐറ്റങ്ങളെല്ലാം സ്പോണാക്കി എന്തായാലും നോക്കാം. ഓക്കെ, ഫസ്റ്റ് തന്നെ നമ്മുടെ ഈ ഒരു ഗെയിമിൽ വന്നിട്ടുള്ള അനിമൽസുകളൊക്കെ എന്തായാലും ഞാൻ കാണിച്ചെന്തായാലും തരാം. ഓക്കെ, എന്നിട്ട് നമ്മുടെ ന്യൂ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള ഐറ്റങ്ങൾ കാണിക്കും. ഓക്കെ, അപ്പോൾ ഞാനൊരു ഇവിടെ ഫോണുകളൊക്കെ നൈസായിട്ട് എന്തായാലും എടുത്തിട്ട് എന്തായാലും ഇവിടെ വണ്ണുകളൊക്കെ എന്തായാലും ഡയൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, 1 ഡയൽ ചെയ്യുമ്പോൾ നമ്മുടെ KGF ബൈക്കുകളൊക്കെയാണ് കാണിക്കുന്നത്. ഞാൻ ഫുള്ളായിട്ട് കാണിക്കാമെന്ന് വിചാരിച്ചേ. എന്നിട്ട് ഞാൻ ഇങ്ങനെ മാറി നിന്നിട്ട് ഞാൻ 2 അടിക്കുമ്പോൾ നമ്മുടെ ടാർസോ കാറുകളൊക്കെ സ്പോൺ ആവുന്നുണ്ട്. എന്നിട്ട് പിന്നെ ബാക്കിലോട്ട് പോയിട്ട് ഞാൻ എന്തായാലും ഫോണുകളൊക്കെ എടുത്ത് 3 എന്നടിക്കും. നമ്മുടെ മോൺസ്റ്റർ മാനുകളൊക്കെ സ്പോണായി. എൻ്റെ മോനെ വിഷയമായിട്ടുണ്ട് നമ്മുടെ മോൺസ്റ്റർ മാനൊക്കെ. പിന്നെ ഇതൊക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ നമ്മുടെ മറ്റേ ഇൻവിഡൽത്ത് ഹെൽത്ത് ഓണായിരിക്കണം. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ ചത്തുവാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, ഞാൻ എന്തായാലും ഇവിടെ ഇപ്പോൾ ഓണാക്കി, അത് ഓണാക്കി മറന്നു. ഓക്കെ, എന്നിട്ട് നമ്മൾ പിന്നെ ഫോൺ എടുത്ത് നമ്മളെന്തായാലും 4 അടിക്കുകയാണെങ്കിൽ 4 അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ ഒരു സ്നേക്ക് മോൺസ്റ്ററുകളൊക്കെ സ്നേക്ക് മോൺസ്റ്ററിൻ്റെ കയ്യിൽ എന്തോ ഒരു സാധനങ്ങളൊക്കെ ഉണ്ട്. ഈ സാധനമൊക്കെ നമ്മൾ അറ്റാക്കിങ് കേട്ടോ. ഓക്കെ, പിന്നെ നമ്മളെന്തായാലും 5 അടിക്കുകയാണെങ്കിൽ നമ്മുടെ ഈഗിൾ മോൺസ്റ്ററുകളൊക്കെ സ്പോണാണ്. എനിക്ക് ഈ സാധനത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമായത് നമ്മുടെ ആ ഒരു സ്നേക്ക് മോൺസ്റ്ററാണ്. വെച്ചാൽ നമ്മുടെ മോൺസ്റ്റർ മാനെ കാണുമ്പോൾ വലിയ പേടിയൊന്നും തോന്നത്തില്ല, പക്ഷെ മറ്റ് നല്ല പേടി തോന്നുന്നുണ്ട്. ഓക്കെ, പിന്നെ നമ്മുടെ 6 അടിക്കുകയാണെങ്കിൽ എല്ലാവരുടെയും ഇഷ്ട സാധനമായിട്ടുള്ള എലിഫൻറ്റ് സ്പോണാണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായിട്ടുണ്ട് എലിഫൻ്റ്. ഓക്കെ, ഇതിൻ്റെ മണ്ടയ്ക്കിരുന്ന് റൈഡ് ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ അതെനിക്കറിയത്തില്ല, നമുക്ക് നോക്കാം.
പിന്നെ നമ്മുടെ ന്യൂ അപ്ഡേറ്റിൽ വന്നിട്ടുള്ള പുതിയ 2 കിടിലൻ സാധനങ്ങളൊക്കെയാണ് ഗൈസ്. ഒന്നാമത്തെ കോഡ് നമ്മുടെ 7 ആണ്. ഓക്കെ, ഇതടിക്കുമ്പോൾ നമ്മുടെ ഒമിനിങ്ങളൊക്കെ എന്തായാലും സ്പോണാവും. ഓക്കെ, ഒമിനിങ്ങളൊക്കെ സ്പോൺ ആക്കിയിട്ടുണ്ട്. പിന്നെ അടുത്തെന്തായാലും ഞാൻ എന്തായാലും 8ങ്ങളൊക്കെയാണ് സ്പോൺ ആക്കണത്. ഇതടിക്കുമ്പോൾ നമ്മുടെ മാരുതി സുസുക്കി സ്വിഫ്റ്റിൻ്റെ 4th ജനറേഷനൊക്കെ സ്പോൺ. ഞാൻ എന്തായാലും എലിഫൻറ്റിൽ റൈഡ് ചെയ്യാൻ പറ്റുമെന്നൊന്നും ഇവിടെ നോക്കട്ടെ. അതിനായിട്ട് എലിഫൻ്റെ ഒഴികെ കൂടെ ഒന്ന് സ്പോൺ ചെയ്തിട്ട് എലിഫൻറ്റിൻ്റെ മുകളിൽ നിന്ന് റൈഡ് ചെയ്യാനായിട്ടോ കാര്യങ്ങളൊന്നും തന്നെ നമുക്ക് പറ്റില്ലെന്ന് തോന്നണം. റൈഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എനിക്കെന്തായാലും ഇവിടെ റൈഡ് ചെയ്യാനുള്ള ഓപ്ഷനൊന്നും കാണിക്കുന്നില്ല. ഇതാണ് കേസ് നമ്മുടെ ന്യൂ ആയിട്ടുള്ള സ്വിഫ്റ്റിങ്ങളൊക്കെ. നമ്മുടെ 4th ജനറേഷനുകളൊക്കെ അല്ലേ ഏറ്റവും പുതിയതൊക്കെ. 1st ജനറേഷൻ ഉണ്ട്, 2nd ജനറേഷൻ ഉണ്ട്, 3rd ജനറേഷൻ ഉണ്ട്, 4th ജനറേഷൻ ഉണ്ട്. ഓക്കെ, ഞാൻ വിചാരിച്ചത് നമ്മുടെ 3rd ജനറേഷൻ ആയിരിക്കും വരുമെന്ന്. പക്ഷേ ഇതാ 4th ആണ്. ഓക്കെ, എല്ലാവരും ഈ വണ്ടി കണ്ടിട്ടുണ്ടായിരിക്കും. ഞാൻ എന്തായാലും സത്യത്തിൽ റിയൽ ലൈഫിൽ എന്തായാലും കണ്ടിട്ട് എന്തായാലും ഉണ്ട്. നല്ലൊരു കിടിലൻ വണ്ടിയാണ്. എനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല ഭംഗികളൊക്കെയാണ് കാണാനായിട്ട്. ഓക്കെ, നമ്മുടെ ഏതാണ് ഈ ഒരു 4th ജനറേഷൻ മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. നല്ല രസമുണ്ട് കാണാനായിട്ടൊക്കെ. പിന്നെ ഇതെന്തായാലും കളറൊക്കെ മാറ്റാനായിട്ട് എന്തായാലും പറ്റും. നമ്മുടെ ഒമിനിയിലോട്ട് വരാൻ ഞാൻ എന്തായാലും ഫസ്റ്റ് ഈ വണ്ടി ഫുള്ള് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ട്. ഞാൻ എന്തായാലും ഫസ്റ്റ് ഫോണുകളൊക്കെ എടുത്ത് ഇവിടെ എന്തായാലും കളറൊക്കെ കാണിക്കുന്നുണ്ട്. RGB എല്ലാം വർക്കാവുന്ന എന്തായാലും ഓണുണ്ട്. ബ്ലൂ എല്ലാം വർക്കാവുന്ന എന്തായാലും ഉണ്ട്. ഓക്കെ, RGB ഇട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ കളർ ഇടാൻ പറ്റത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും ഈ ഒരു വണ്ടിയിൽ ഞങ്ങളൊക്കെ എന്തായാലും കയറി ഇട്ടതായാലും ഉണ്ട്. ഓക്കെ, എന്തായാലും നല്ല രസവും ഞങ്ങൾക്ക് എന്തായാലും ഉണ്ടെന്ന് കാണിക്കാനായിട്ടൊക്കെ. ഈ RGB ഒന്ന് മാറ്റട്ടെ. ഇത് വലിയ സുഖമല്ലേ. ഓക്കെ, വണ്ടി കാണാൻ കൊള്ളാം. പക്ഷേ നമുക്ക് നോർമലായിട്ടുള്ളൊരു സ്വിഫ്റ്റുകളൊക്കെ സ്പോൺ ആക്കും. ഓക്കെ, എന്നാലേ നമുക്ക് ഫുള്ളായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാൻ പറ്റത്തുള്ളൂ. ഓക്കെ, മറ്റേ ആകുമ്പോൾ ഫുള്ളായിട്ട് ഇടന്നിങ്ങനെ മിന്നിത്തിളങ്ങി ഫുള്ള് ലൈറ്റ് കത്തുന്ന കത്തൊന്നും നേരെ കാണിക്കാൻ പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഈ വണ്ടിയുടെ വെളിയിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ഫ്രണ്ടിലത്തെ ആ ഒരു ലൈറ്റും ബാക്കി ഞാൻ ഫോഗ് ലാമ്പും എല്ലാം സെറ്റാണ്. നമ്മളെന്തായാലും ഇതിൻ്റെ ഇൻറ്റീരിയറോട്ട് പോകുമ്പോൾ ഒറിജിനൽ ഒരു സ്വിഫ്റ്റിലിരിക്കണ പോലെയാണ്. പിന്നെ ഞാൻ എന്തായാലും ഇവിടെ ക്യാമറ ഞങ്ങൾക്ക് മാറ്റി അല്ലാതെ എന്തായാലും ഓടിക്കുമ്പോൾ നല്ല രസങ്ങളൊക്കെയാണ്. ഒരു ഒറിജിനലായിട്ടുള്ള ഒരു സ്വിഫ്റ്റ് ഓടിക്കുന്ന ഒരു ഫീലിങ്ങളൊക്കെ എനിക്ക് കിട്ടുന്നുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും വണ്ടികളൊക്കെ എന്തായാലും നിർത്തിയിട്ട് എന്തായാലും ഉണ്ട്. ഓക്കെ, നമുക്ക് എന്തായാലും നേരെ എന്തായാലും ഇറങ്ങി നമ്മുടെ ഒമിനിങ്ങളൊക്കെ എന്തായാലും ടെസ്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ എന്തായാലും ഒമിനിയിലും RGSൻ്റെ ആ ഒരു ഇതെല്ലാം സെറ്റാണ്. ഓക്കെ, RGS എന്ന് ഉദ്ദേശിച്ച് നമ്മുടെ RGB കളറെല്ലാം ഉണ്ട്. ഞാൻ ഇപ്പോൾ ഇട്ട് കഴിഞ്ഞാൽ ഫുള്ളായിട്ട് സാധനം വേറെ വല്ല കളറായി പോകും. ഓക്കെ, മാറിപ്പോയി ഫുള്ളായിട്ട് എല്ലാം സെറ്റാക്കി. ഞാൻ ഇവിടെ ഇപ്പോൾ എന്തായാലും ബ്ലൂ കളർ ഇട്ടിട്ടുണ്ട്. ബ്ലൂ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ടൊക്കെ. അതുപോലെ ഞാൻ എന്തായാലും ഒമിനിയുടെ അകത്ത് എന്തായാലും കയറുന്നുണ്ട്. ഓക്കെ, ഒമിനിക്കെല്ലാം നൈസ് ലുക്കാണ്. ഓക്കെ, പിന്നെ അതിൻ്റെ ഇൻറ്റീരിയറുകളൊക്കെ നോക്കുകയാണെങ്കിൽ നമ്മുടെ ഒറിജിനൽ ഒമിനി പോലെ തന്നെയാണ് ഏകദേശം. ഓക്കെ, അവിടെ ഒരു വൈപ്പറിൻ്റെ സംഭവമൊക്കെ അല്ലാതെ തന്നെ മുകളിലോട്ട് നിൽക്കുകയാണ്. എൻ്റെ മോനെ വേറെ ലെവലായിട്ട് തന്നെ ഇടും. അയ്യോ, ഞാൻ വണ്ടി നിറയെ ഇറങ്ങി ചാടിയൊക്കെ. നമ്മുടെ ഈ ഒരു ഗെയിമിലുകളൊക്കെ 3 മാരുതിയുടെ വണ്ടികളൊക്കെ ഉണ്ട്. ഓക്കെ, ഒന്ന് നമ്മുടെ മാരുതി സുസുക്കിയുടെ വാഗണർ. പക്ഷേ ആ ഒരു വണ്ടികളൊക്കെ എന്തായാലും ഈ ഗെയിമിൽ നിന്ന് എന്തായാലും റിമൂവ് ചെയ്ത് കളഞ്ഞാൽ അത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഗെയിമിൻ്റെ ഓൾഡ് വെർഷൻ എടുക്കണം. ഓക്കെ, എന്തായാലും എനിക്കെന്തായാലും ഓൾഡ് വെർഷൻ എടുക്കാനായിട്ട് ഇതുവരെയായിട്ട് അറിയത്തില്ല. ഓക്കെ, ഞാൻ എന്തായാലും നോക്കട്ടെ എങ്ങനെയാണ് ഓൾഡ് വെർഷനുകളൊക്കെ എടുക്കണേ. എന്നാൽ ഞാൻ നിങ്ങളോട് എന്തായാലും ആ ഒരു സംഭവങ്ങളൊക്കെ എന്തായാലും ഷെയർ ചെയ്യാം. ഓക്കെ, നല്ല രസങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ ഒരു വാഗണറല്ല നമ്മുടെ ഒമിനിങ്ങളൊക്കെ നല്ലൊരു വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ ആർക്കെങ്കിലും വാഗണർ ഓടിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ജസ്റ്റ് കമൻറ്റ്. ഞാൻ എന്തായാലും എങ്ങനെയാണ് ഈ ഓൾഡ് വെർഷൻ എടുക്കുന്നതെന്ന് പറഞ്ഞുതരാം. പക്ഷേ ഓൾഡ് വെർഷൻ എടുത്താലും നമ്മുടെ ഈ ഒരു ന്യൂ വണ്ടികളും ബാക്കി സംഭവങ്ങളൊന്നും കിട്ടത്തില്ല നമുക്കൊക്കെ. നല്ലൊരു പഴയ ഒരു അപ്ഡേറ്റിൽ വന്ന വണ്ടിയാണ് നമ്മുടെ വാഗണർ. ഓക്കെ, പക്ഷേ കുറേ പേരുടെ യൂട്യൂബ് ചാനലൊക്കെ പറയണത് ഒമിനി അല്ല നമ്മുടെ വാഗണർ തിരിച്ച് റിട്ടേൺ ആയി കുറേ കൂടെ സൂപ്പറാക്കി വരുമെന്ന് പറയുന്നത്. പക്ഷെ അത് എത്രത്തോളം കൺഫേംഡ് ആണെന്ന് എനിക്ക് അറിയത്തില്ല കേസ്. ഓക്കെ, ഞാൻ എന്തായാലും കൺഫേംഡ് ആണെങ്കിൽ നോക്കിയെന്നല്ലേ പറയുക. എനിക്കെന്തായാലും ഇതിൽ കൂടുതൽ ഇഷ്ടപ്പെട്ട ഈ ഒരു ന്യൂ ആയിട്ടുള്ള സ്വിഫ്റ്റാണ്. ഓക്കെ, നമ്മുടെ ആ ഒരു ഒറിജിനൽ വണ്ടി എങ്ങനെയാണ് ഇരിക്കുന്നത് അതേപോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഈ ഒരു ന്യൂ അപ്ഡേറ്റിലൊക്കെ വന്നിട്ടുള്ള ഒരു ഐറ്റവും കാര്യങ്ങളൊക്കെ. അപ്പം എങ്ങനെയാണ് പ്ലഗിങ് ഓപ്ഷൻ നിങ്ങൾക്ക് ഉപയോഗിക്കേണ്ടതെന്ന് അറിയാമായിരിക്കും. ഓക്കെ, അപ്പം അഥവാ നിങ്ങൾക്ക് മനസ്സിലായില്ലെങ്കിൽ ഈ വീഡിയോ ഒരിക്കൽ കൂടെ കാണുക. ഓക്കെ, അപ്പം ഇതാണ് നമ്മുടെ ന്യൂ അപ്ഡേറ്റിലൊക്കെ വന്നിട്ടുള്ള ഐറ്റം. ഓക്കെ, അപ്പോൾ അടുത്തൊരു കിടിലൻ വീഡിയോയിൽ കാണുന്നവർക്ക് എല്ലാവർക്കും എൻ്റെ ചാനൽ പഠിച്ചവർക്ക് എല്ലാവർക്കും ഗുഡ് ബൈ ആൻഡ് ടേക്ക് കെയർ.